പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 12 വോൾട്ട് 35 ആംപിയറുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 12 വോൾട്ട് 35 ആംപിയർ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ പേരാണ് റെൻ്റബിൾ ടൈംസ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഴയ ലിഥിയം അയൺ ബാറ്ററിയാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പഴയ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ ഒന്ന് സ്ക്രാപ്പിൽ നിന്ന് എടുക്കാം. രണ്ടാമത് നമുക്ക് ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഏകദേശം ഒരു കിലോയ്ക്ക് 150 രൂപ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ലിഥിയം അയൺ ബാറ്ററി പാക്ക് കിട്ടും. അത് ഈ രീതിയിലാണ് ആ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അഴിച്ചെടുത്ത് ഈ രീതിയിൽ നമുക്ക് അഴിച്ചെടുക്കാം, ഇളക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ പീസ് ബാറ്ററി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഒരു ചെറിയ പൈസയ്ക്ക് നമുക്ക് ഈ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ അഴിച്ചെടുത്തിട്ട് നമ്മൾ ഓരോ ബാറ്ററി ആയിട്ട് ചെക്ക് ചെയ്ത് നല്ല ബാറ്ററി നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ ലാപ്ടോപ്പിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു BMS കോഡാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ബാറ്ററി ഏകദേശം നല്ലതായിരിക്കും. എല്ലാം നല്ലതല്ലെങ്കിലും നമുക്ക് ഒരു 6 ബാറ്ററിയുള്ളൊരു ബാക്ക് പാക്കാണെങ്കിൽ അതിൽ നമുക്കൊരു 5 എണ്ണമെങ്കിലും നല്ല ബാറ്ററി കിട്ടും. അപ്പം ഈ ഒരു ബാറ്ററി പാക്ക് 6 പീസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ്. ചിലതിൽ നമുക്ക് 4 പീസുള്ള ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലും 4 പീസാണ്. അപ്പോൾ ഇതിൽ 6 പീസുള്ള ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. അപ്പം ഇതിൽ എണ്ണം കൂടുന്തോറും ബാറ്ററിയുടെ AHM കൂടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബാറ്ററി കളക്ട് ചെയ്ത് നമ്മൾ ഇതുപോലൊരു ബാറ്ററി പാക്ക് ചെയ്തെടുത്തത്. ഈ ഒരു ബാറ്ററി പാക്ക് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് DC ചാർജിങ് യൂണിറ്റ് ചെയ്യാം. നമുക്ക് ഇൻവെർട്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറിയൊരു ഇൻവെർട്ടർ ബോർഡും വെച്ച് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി നമുക്ക് സോളാറിലും ചാർജ് ചെയ്യാം. ആദ്യം അത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു PWM സോളാർ ചാർജ് കൺട്രോളറാണ്. ഈ ചാർജ് കൺട്രോളറിൽ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ ഈ ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവും നെഗറ്റീവിലും കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നമ്മൾ ബാറ്ററി പാക്ക് കണക്ട് ചെയ്തപ്പോൾ ചാർജ് കൺട്രോളറിൽ ഇപ്പോൾ 12.1 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോഡ് കൊടുക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ അതിനൊരു സ്വിച്ച്, അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ DC 12 വോൾട്ട് ഔട്ടാണ് ഇതുവഴി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സോളാർ പാനലൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി 100 വാട്ട്സിൻ്റെ മൈക്രോടെക്കിൻ്റെ പോളിക്രിസ്റ്റൽ പാനലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 35 ആംപിയറിൻ്റെ ബാറ്ററി ചാർജ് ആവാൻ നമുക്ക് 100 വാട്ട്സിൻ്റെ ആ ഒരു പാനൽ മതിയാകും. ആ പാനൽ കണക്ട് ചെയ്യണത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കാണാം. അപ്പം ഈ വയറിൽ ഞാൻ കണക്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണക്ടറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ സോളാറിൽ നിന്ന് ചാർജ് കയറുന്നതായിട്ട് കാണാം. നമുക്ക് DC ബൾബ് ലോഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ കൺവെർട്ടർ ബോർഡുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 12 വോൾട്ട് നമ്മൾ DC കൊടുക്കുമ്പം 220 വോൾട്ടൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്ന കൺവെർട്ടർ ബോർഡുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കൊടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊരു DC ബൾബ് ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ചെയ്തെടുത്തൊരു 12 വോൾട്ടിൻ്റെ ഒരു DC ബൾബാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ 12 വോൾട്ട് ഔട്ട്പുട്ട് ഓണായി കിടക്കുന്നതിൻ്റെ ഒരു ചിഹ്നവും കാണാം. ഇരുപത് വാട്ട്സിൻ്റെ ഒരു DC ബൾബാണിത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ സോളാർ കണക്ട് ചെയ്തില്ലെങ്കിലും ഈ ബാറ്ററി ഫുള്ളാണെങ്കിൽ നമുക്കിത് ഈ ഒരു ബൾബൊക്കെ നമുക്ക് രാവിലെ വരെ നമുക്കിത് ഓഫാവാതെ നിൽക്കും. അത്ര നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ DC ബൾബാണ് നമ്മളിതിൽ ലോഡ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ഈ AC ബൾബ് ലോഡ് ചെയ്ത് കാണിച്ചു തരാം. AC ബൾബ് ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഒരു കൺവെർട്ടർ ബോർഡും കൂടി കണക്ട് ചെയ്യണം. കൺവെർട്ടർ ബോർഡാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് AC ബൾബൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഒരു 7 വാട്ട്സിൻ്റെയൊക്കെ ഒരു 10 ബൾബിനകത്ത് നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ബോർഡാണ് ഇത് നമുക്ക് ചെറിയ തട്ടുകിടക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ നമ്മളെ കൃഷി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റും. കാര്യം നമ്മൾ കറണ്ട് കണക്ഷനൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾക്ക് ഉപയോഗിച്ച് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 150 വാട്ട്സിൻ്റെ നമുക്ക് ഇൻവെർട്ടർ ബോർഡൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ചെക്കടിക്കും ചെറിയ ഇതിൽ നമുക്ക് 220 വോൾട്ട് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺവെർട്ടർ ബോർഡിലോട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഈ കൺവെർട്ടർ ബോർഡിൻ്റെ 12 വോൾട്ടിലോട്ട് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഈ ഒരു ലോഡ് സ്വിച്ച് ഓണാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെർട്ടർ ബോർഡിൻ്റെ പവർ ബട്ടണുണ്ട്, അത് ഒന്ന് ഓണാക്കണം. അപ്പോൾ 25 വാട്ട്സിൻ്റെ ബൾബാണിത്. 25 വാട്ട്സിൻ്റെ ടോപ്പ് ലൈറ്റാണ്. നല്ല ബ്രൈറ്റുള്ള ഒരു ലൈറ്റാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റും ഈ ഒരു ബാറ്ററി പാക്കും ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രീറ്റ് ലൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കൺവെർട്ടർ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് AC ലൈറ്റും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതുപോലെ നമ്മളെ വീട്ടിലെ മോഡമൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു മോഡമൊക്കെ ഈ ഒരു ബാറ്ററി പാക്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വിഷയമില്ല, നമ്മൾ നെറ്റ് കണക്ഷനൊന്നും കട്ടാവില്ല. ഈ ഒരു മോഡം നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ ചാർജ് കൺട്രോളറിൽ നിന്ന് വരുന്ന 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോഡത്തിലും ഇതേ അഡാപ്റ്ററാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 12 വോൾട്ട് കൊടുത്ത് മോഡം വർക്കായിട്ടുണ്ട്. ഇവിടെ മോഡം ഓണായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചാർജ് ചെയ്യിക്കണ ഈ ഒരു ബാറ്ററി പാക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇതുപോലൊരു ബാറ്ററി പാക്കൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പിൽ നിന്ന് ബാറ്ററി കളക്ട് ചെയ്ത് നല്ല ബാറ്ററി നോക്കി സെലക്ട് ചെയ്ത് ഇതുപോലൊരു ബാറ്ററി പാക്ക് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.